നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉടൻ ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം തുടരുകയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ പിന്തുടർന്ന് പിടികൂടി ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമികൾക്കും സൂത്രധാരന്മാർക്കും സങ്കൽപ്പിക്കാനാകാത്ത തിരിച്ചടി നൽകും. തീവ്രവാദത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടും. പിന്തുണ അറിയിച്ച രാജ്യങ്ങൾക്ക് നന്ദിയെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാനെതിരായ നയതന്ത്ര തലത്തിലെ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടപടി കടുപ്പിച്ച ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ തലവൻ സാദ് അഹമ്മദ് വൈറസിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. ഇന്നലെ പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ രേഖാമൂലം സ്ഥാനപതിക്ക് കൈമാറി. വാഗ അട്ടാരി അതിർത്തി അടച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാകിസ്ഥാൻ പൌരന്മാർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്നുമാണ് അന്ത്യശാസനം. ചികിത്സയ്ക്കായി എത്തിയവർക്ക് മാത്രം ഈ മാസം 29 വരെ തുടരാൻ ഇളവ് നൽകി. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ഉടൻ തിരികെ എത്താനും രാജ്യം നിർദ്ദേശം നൽകി. പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ടത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും അട്ടാരി അതിർത്തി അടച്ചതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് മിക്ക രാജ്യങ്ങളും രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെടും. ഇന്ത്യൻ നയതന്ത്ര തീരുമാനങ്ങളിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള വ്യോമപാത അടയ്ക്കും. ഷിംല കരാർ മരവിപ്പിക്കാനും വ്യാപാര കരാർ റദ്ദാക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു. അതിനിടെ ഇന്ത്യ നടപടികൾ ശക്തമാക്കവേ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. പുതിയ സർഫസ് ടു സർഫസ് മിസൈൽ കറാച്ചി തീരത്തു നിന്നും പാകിസ്ഥാൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്ത് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് മോദി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷഹബാസ് ഷെരീഫിന്റെ നീക്കം. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ നീക്കം ജലയുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പാകിസ്ഥാൻ. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പാകിസ്ഥാൻ ഊർജ്ജ വകുപ്പ് മന്ത്രി അവേസ് ലഗാരി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മിസൈൽ പരീക്ഷണവുമായി ഇന്ത്യ. നേവിയുടെ INS സൂറത്തിലാണ് മിസൈൽ പരീക്ഷണം നടന്നത്. പരീക്ഷണം വിജയമെന്ന് ഇന്ത്യൻ നേവി അറിയിച്ചു. കശ്മീരിലെ ഉദ്ധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ബസംഗട്ടിൽ 3 ഭീകരർ വനമേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയ്ക്കിടെയായിരുന്നു വെടിവെപ്പ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി സുരക്ഷാ സേനകൾ തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച് BJP പ്രവർത്തകർ. കശ്മീരിലെ കത്വയിലാണ് സംഭവം. ദൈനിക് ജാഗരൺ റിപ്പോർട്ടർ രാകേഷ് ശർമ്മയെയാണ് BJPക്കാർ മർദ്ദിച്ചത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ്. ജമ്മുകശ്മീരിലെ സുരക്ഷാ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ഉയരുന്ന ചോദ്യങ്ങൾക്ക് കേന്ദ്രം ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തിൽ സമൂഹ മാധ്യമങ്ങളിലും നിലപാട് കടുപ്പിച്ച ഇന്ത്യ. പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് ഇന്ത്യയിൽ തടഞ്ഞുവച്ചു. നയതന്ത്രപരമായി പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് എക്സ് അക്കൌണ്ടും തടഞ്ഞുവച്ചത്. പാക് നടൻ ഫവാദ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രം അബിൻ ഗുലാലിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിക്കും. മെയ് 9-നായിരുന്നു ഫവാദ് ഖാൻ നായകനായ ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം ഫവാദ് ഖാൻ ബോളിവുഡിലേക്ക് മടങ്ങിവരുന്ന ചിത്രമാണ് അബിർ ഗുലാൽ. വാണി കപൂറാണ് ചിത്രത്തിലെ നായിക.
ഇന്ത്യ തെളിവുകളില്ലാതെയാണ് കുറ്റക്കാരെന്ന് മുദ്രകുത്തുന്നതെന്ന് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവുണ്ടെങ്കിൽ കാണിക്കണമെന്ന് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ആവശ്യപ്പെട്ടു. ഉപരിതല മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. പാക് പ്രധാനമന്ത്രി വിളിച്ച ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഉധംപൂരിൽ ഭീകരരുടെ വെടിയേറ്റ് സൈനികൻ വീരമൃത്യു വരിച്ചു. ഭീകരർക്കായി ജമ്മു പോലീസ് തെരച്ചിൽ വ്യാപിപ്പിച്ചു. 3 ഭീകരർ വനമേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതാണെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയ്ക്കിടെയായിരുന്നു വെടിവയ്പ്. പഹൽഗാം ആക്രമണത്തിൽ പ്രതികരിച്ച് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ ഇന്ത്യ ഇനി ചെയ്യേണ്ടത് പാകിസ്ഥാന്റെ കഴുത്തിന്റെ സിര മുറിച്ചു മാറ്റുകയാണ്. പാക് കരസേന മേധാവി അസീം മുനീർ കശ്മീരിനെ പാകിസ്ഥാൻ കഴുത്തിന്റെ സിര എന്ന് വിശേഷിപ്പിച്ചത് ഭീകരതയ്ക്കുള്ള പച്ചക്കൊടിയായി തോന്നിയെന്നും മൈക്കൽ റോബിൻ ഇനി ഇന്ത്യക്ക് കുറുക്കുവഴികളൊന്നുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ വൻ പ്രതിഷേധ റാലി. പാക് ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ 100 കണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടി. പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ പോലീസ് പാടുപെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്ര സ്വദേശികളുടെ ബന്ധുക്കൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് ആന്ധ്ര സർക്കാർ. 10 ലക്ഷം രൂപ വീതം ധനസഹായമാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സത്യസന്ധതയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് നായിഡു പ്രതികരിച്ചു. കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 7 മണിക്ക് പൊതുദർശനത്തിനായി ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിലെത്തിക്കും. 9 മണിയോടെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 12 മണിക്ക് ഇടപ്പള്ളി പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഏറ്റുവാങ്ങി. കൺമുന്നിലാണ് അച്ഛൻ വെടിയേറ്റ് മരിച്ചതെന്ന് കശ്മീരിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർ മേനോൻ. എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളാണ് അതിജീവനത്തിന് കരുത്തായതെന്നും ആരതി ന്യൂസ് 18നോട്. കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയെന്നത് യാഥാർത്ഥ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. VD സതീശനും MA ബേബിയും ഒന്നും സുരക്ഷാ വിദഗ്ധരാകണ്ട. CPM-ഉം കോൺഗ്രസും എന്തിന് പാകിസ്ഥാന് വേണ്ടി നിലപാടെടുക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. BJP രാജ്യം ഭരിക്കാനറിയാത്ത പാർട്ടിയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കശ്മീരിലെത്തിയ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞില്ലെന്നും സുധാകരൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗം ചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒരു തർക്കവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. PV അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ ദുഃഖാചരണത്തിനിടെ CPM ആസ്ഥാനമായ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തതിൽ വിമർശനവുമായി K മുരളീധരൻ. ഈയൊരു മാമാങ്കം വേണ്ടിയിരുന്നോ എന്നും പാർട്ടി ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നുവെന്ന് വിവരമുള്ള പാർട്ടിക്കാർ ചിന്തിക്കണമെന്നും K മുരളീധരൻ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1 ഗഡു കൂടി അനുവദിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശിക ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്ത മാസം 2 ഗഡു പെൻഷൻ ലഭിക്കും. ഇതിനായി 1800 കോടിയോളം രൂപ നീക്കിവയ്ക്കുമെന്നും മന്ത്രി. വിവാദ ഉത്തരവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ആദായനികുതി അടയ്ക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ തേടി മലപ്പുറം അരീക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പ്രധാന അധ്യാപകർക്ക് കത്തയച്ചു. 2 ദിവസത്തിനുള്ളിൽ നികുതി അടയ്ക്കാത്തവരുടെ വിവരങ്ങൾ റിപ്പോർട്ട് നൽകണമെന്നാണ് കത്തിലെ നിർദ്ദേശം. മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചതെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകാനാണ് കത്തയച്ചതെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. വിവാദമായതോടെ ഉത്തരവ് പിൻവലിച്ചു.
CMRL മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ ഗുരുതര തെളിവ് നിരത്തി SFIO കുറ്റപത്രം. വീണയും ശശിധരൻ കർത്തയും ഒത്തുകളിച്ച് 2.78 കോടി തട്ടി. CMRL വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷവും നൽകി. എക്സാലോജിക്ക് സേവനം നൽകിയതിന് തെളിവില്ല. SFIO റിപ്പോർട്ടിൽ വീണ 11ാം പ്രതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് VD സതീശൻ. വീണ വിജയനെതിരെയുള്ളത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല, അതീവ ഗുരുതരമായ ആരോപണമാണെന്നും പ്രതിപക്ഷ നേതാവ്. ഷൈൻ ടോം ചാക്കോയുടെ ലഹരിക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ACPമാരായ K. ജയകുമാർ, അബ്ദുൾ സലാം, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഡാൻസ് ഓഫ് സൈബർ ടീം അംഗങ്ങളെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൈനുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നതിനാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ഷൈൻ ടോം ചാക്കോയെ മാറ്റി നിർത്തില്ലെന്ന ഫെഫ്ക നിലപാടിൽ നിർമ്മാതാക്കൾക്ക് കടുത്ത അതൃപ്തി. ബി ഉണ്ണികൃഷ്ണനും ഫെഫ്കയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാക്കൾ. മാപ്പ് നൽകാൻ ബി ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് വിമർശനം. IC തെളിവെടുപ്പിനിടെ ഫെഫ്ക നടത്തിയ ഇടപെടൽ ദുരൂഹമെന്ന് ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പ്രതികരിച്ചു. ഫെഫ്കയ്ക്കെതിരെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളും രംഗത്ത് വന്നു. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. പത്തനംതിട്ട ഗസ്റ്റ് ഹൌസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ആശാസമരത്തിലെ സർക്കാർ നിലപാടിലാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. പേരൂർക്കട അമ്പലമുക്ക് അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ നെടുമങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോണത്ത് വീട്ടിൽ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ നാട്ടിലെത്തി. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ജെയിൻ. റഷ്യയിലെ മലയാളികളുടെ സഹായത്തിലാണ് ജെയിൻ നാട്ടിലെത്തിയത്. ജെയിനൊപ്പം റഷ്യയിലെത്തിയ 6 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പത്തനംതിട്ടയിൽ പോക്സോ പരാതിയിൽ നടപടിയെടുക്കാതിരുന്ന വനിതാ കേസ് SIക്ക് നോട്ടീസ്. പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലെ SHO KR ഷെമിമോൾക്കാണ് CWC നോട്ടീസ് നൽകിയത്. SIയുടേത് ഗുരുതര വീഴ്ചയെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. 7 വയസ്സുകാരിയെ ട്യൂഷൻ ടീച്ചറുടെ പിതാവ് പീഡിപ്പിച്ച സംഭവത്തിലാണ് കേസെടുക്കാതെ കുട്ടിയുടെ പിതാവിനെ തിരിച്ചയച്ചത്. പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് SIക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും. പ്രതിയെ പിന്നീട് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നെയ്യാറ്റിൻകര വെള്ളറടയിൽ 3 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു. ചൂണ്ടിക്കൽ സ്വദേശി ചന്ദ്രമോഹൻ ആതിര ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തെ തുടർന്നാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കിട്ടിയത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാനാകാതിരുന്നതാണ് പ്രതികാരത്തിന് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതി കൊല്ലാൻ ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമായിരുന്നു. ശബ്ദം കേട്ടുണർന്നതോടെയാണ് ഭാര്യ മീരയെ കൊന്നതെന്നുമാണ് പ്രതിയുടെ മൊഴി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് തുറാങ്ങുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടർന്നു. പ്രതി താമസിച്ച കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. ജനൽ തുറക്കാനായി ഉപകരണം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. ഇന്നലെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. കൊല നടത്താനായി പോകുന്നതും തിരിച്ച് CCTVയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പേർക്ക് എക്സൈസ് നോട്ടീസ്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ ബിഗ് ബോസ് വിന്നർ ജിൻഡോയ്ക്കും നോട്ടീസ് അയച്ചു. ഒരു മോഡൽ ഉൾപ്പെടെ 5 പേരാണ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. നടി പ്രയാഗ മാർട്ടിനും തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ കൊച്ചിയിലെത്തി. 3 മാസം മുമ്പ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് ജെയിൻ ചികിത്സയിലായിരുന്നു.
കോൺട്രാക്ട് കാലാവധി അവസാനിച്ചിട്ടും ജെയിനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ നീക്കമുണ്ടായിരുന്നു. മടങ്ങിയെത്തിയതിൽ ആശ്വാസമെന്ന് ജെയിൻ. റഷ്യൻ മലയാളികൾ സഹായിച്ചതുകൊണ്ടാണ് തിരിച്ചെത്താനായത്. ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പിലെത്താനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആശുപത്രിയിൽ നിന്നും മാറ്റുന്നതിനിടെ രക്ഷപ്പെടാനായി മലയാളികൾ ടിക്കറ്റ് എടുത്ത് നൽകി. കൂടെയുണ്ടായിരുന്നവരിൽ 2 പേർ കൊല്ലപ്പെട്ടെന്നും ജെയിൻ. വ്ലോഗർ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസ് കേസെടുത്തത്. മുകേഷിന് പുറമെ അൻസിയ എന്ന യുവതിയും കേസിൽ പ്രതിയാണ്. ഇവരാണ് മോഡലിംഗിനായി വിളിച്ചു വരുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി 12-ന് ആദിശക്തി റിസോർട്ടിലായിരുന്നു ഷൂട്ട്. നടന്നത് മണി ബ്ലാക്ക് മെയിലിംഗ് എന്ന് മുകേഷ് നായർ. പെൺകുട്ടിക്ക് പ്രായം കുറവെന്നറിഞ്ഞപ്പോൾ വീഡിയോ പിൻവലിച്ചു. എന്നാൽ തനിക്കോ വീട്ടുകാർക്കോ പ്രശ്നമില്ലെന്ന് പെൺകുട്ടി ഓഡിയോ സന്ദേശം അയച്ചു. അപമര്യാദയായി പെരുമാറിയിട്ടില്ല, അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് പണം ചോദിച്ചു. കൊടുക്കാൻ കഴിഞ്ഞില്ല, എല്ലാ തെളിവുകളുമുണ്ട്, നിയമപരമായി നേരിടുമെന്നും മുകേഷ് നായർ. കർണാടകയിലെ വീരാജ്പേട്ടിൽ മലയാളിയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചിറക്കൽ സ്വദേശി കൊയിലി പ്രദീപാണ് കൊല്ലപ്പെട്ടത്. ബി ഷെട്ടിഗേരിയിലെ കാപ്പിത്തോട്ടത്തിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ കൊയിലി ആശുപത്രി സ്ഥാപകൻ ഭാസ്കരന്റെ മകനാണ് പ്രദീപ്. പാലക്കാട് മണ്ണാർക്കാട് വൻ ചന്ദനവേട്ട. കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 64 കിലോ ചന്ദനമുട്ടികൾ പോലീസ് പിടികൂടി. പള്ളിക്കുന്ന് സ്വദേശി മുഹമ്മദ് നിസാറാണ് പിടിയിലായത്. മറയൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നുവെന്നാണ് മൊഴി. മലപ്പുറം വേങ്ങരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോട്ടക്കൽ ഇന്ത്യന്നൂർ സ്വദേശി ജാസിം അലി, ഇരിങ്ങല്ലൂർ സ്വദേശി ശരത് എന്നിവരാണ് മരിച്ചത്. രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. കോഴി കയറ്റി വന്ന ലോറിയുമായി സ്കൂട്ടർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരാൾ ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലാണ്. മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ വാഹനാപകടം. അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും മണൽ കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിപിഐ ദേശീയ കൌൺസിൽ യോഗം തിരുവനന്തപുരത്ത്. ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചർച്ചയാണ് പ്രധാന അജണ്ട. സെപ്റ്റംബർ 21 മുതൽ 25 വരെയാണ് പാർട്ടി കോൺഗ്രസ്. പാർട്ടി പദവികളിൽ പ്രായപരിധി 75 വയസ്സായി തന്നെ തുടരണമെന്ന് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതകത്തിൽ പ്രതികൾക്ക് ജാമ്യം. മുഖ്യപ്രതിയായ മന്ത്രവാദിനി ജിന്നുമ, അസ്നിഫ എന്നിവർക്കാണ് ജാമ്യം. അതേസമയം 1-ാം പ്രതി മാങ്ങാട് പുളിക്കുന്ന് സ്വദേശി ഉബൈദിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 4-ാം പ്രതി മധൂർ കൊല്ലിയിലെ ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൃശൂർ ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനിയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഷാപ്പിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ യദു കൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം ജ്യേഷ്ഠൻ വിഷ്ണു ഓടി രക്ഷപ്പെട്ടു. വിഷുക്കാലത്ത് വൻതോതിൽ വിറ്റുപോയ പ്ലാസ്റ്റിക് കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പരിസ്ഥിതിക്ക് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് കേസെടുത്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർക്ക് നോട്ടീസ് അയച്ചത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന കേരളത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുമെന്നാണ് പരാതി. ടെസ്ലയുടെ ലാഭത്തിൽ വൻ ഇടിവുണ്ടായതോടെ ട്രംപ് സർക്കാരിലെ പ്രവർത്തനം കാര്യമായി കുറയ്ക്കാൻ തീരുമാനിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. പ്രഖ്യാപനത്തിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരികളിൽ മുന്നേറ്റമുണ്ടായി. ഇക്കൊല്ലത്തിന്റെ ആദ്യപാദത്തിൽ കമ്പനിയുടെ ലാഭത്തിൽ 71% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്.
സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. ഇന്നലെ പവന് 22,200 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് 80 രൂപയാണ് ഇടിഞ്ഞത്. 72,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 905 രൂപയായി. ഗൗതം ഗംഭീറിന് ISIS കശ്മീരിൽ നിന്ന് ഭീഷണി. ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകി. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് 10,000. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. ഇന്നലെ സാന്താ മാർത്തയിൽ നിന്ന് വിലാപയാത്രയുടെ അകമ്പടിയോടെയാണ് ഭൌതികദേഹം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചത്. കർദിനാൾമാരും ബിഷപ്പുമാരും ആദരാഞ്ജലി അർപ്പിച്ചു. അന്ത്യശുശ്രൂഷയിൽ വിവിധ ലോക നേതാക്കൾ പങ്കെടുക്കും. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. ഇന്ന് രാവിലെ കീവിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ മരിച്ചതായ റിപ്പോർട്ട്. 54 പേർക്ക് പരിക്കേറ്റതായും കീവ് മേയർ അറിയിച്ചു. കീവിൽ റഷ്യ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചതായ റിപ്പോർട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹിയിലെ NIA ആസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. റാണയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് NIA. കുടുംബവുമായി ഫോണിൽ സംസാരിക്കാൻ അനുമതി തേടി റാണ സമർപ്പിച്ച ഹർജി ഡൽഹി കോടതി ഇന്നലെ മാറ്റിവച്ചിരുന്നു. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ രാജസ്ഥാന് വിജയം അനിവാര്യമാണ്. പരിക്കേറ്റ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്ന് കളിച്ചേക്കും. അതേസമയം ഈ സീസണിൽ സ്വന്തം തട്ടകത്തിൽ ആദ്യ ജയം തേടിയാണ് ബാംഗ്ലൂർ ഇറങ്ങുക. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി BCCI. ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് മത്സരവും കളിക്കില്ലെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല. ഇന്ത്യ അവസാനമായി പാകിസ്ഥാനിൽ പോയത് 2008-ൽ. ബംഗളൂരുവിൽ നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് 2025 ജാവലിൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം പാകിസ്ഥാന്റെ അർഷാദ് നദീം നിരസിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വിസ നിഷേധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. മെയ് 24-ന് മത്സരം നിശ്ചയിച്ചിരുന്നത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനായി താൻ കൊറിയയിലേക്ക് പോകുമെന്ന് നദീം അറിയിച്ചു. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന തുടരുമെന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ധീരമായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ചരിത്ര പുരുഷനായി മാറിയ ചേറ്റൂർ ശങ്കരൻ നായരുടെ വേർപാടിന് ഇന്ന് 91 വയസ്സ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഹരിയാനയിലെ യമുന നഗറിൽ നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെക്കുറിച്ച് രാജ്യത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ദേശസ്നേഹിയും രാഷ്ട്രതന്ത്രജ്ഞനും അഭിഭാഷകനും കൂടിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് പഠിക്കണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ഉദ്ബോധിപ്പിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായർക്ക് വേണ്ടി മത്സരിച്ച് കോൺഗ്രസും BJPയും. ചേറ്റൂരിന്റെ ജന്മദിനത്തിൽ ഇരു പാർട്ടികളും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തി. KPCCയിൽ K. മുരളീധരനും കണ്ണൂർ DCCയിൽ K. സുധാകരനും അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചേറ്റൂരിന്റെ നാടായ മങ്കരയിൽ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ BJPയും കോൺഗ്രസും പുഷ്പാർച്ചന നടത്തി. ലഹരിക്കെതിരായ പ്രതിരോധവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് മാനവ ശൃംഖലയ്ക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് തല മാനവ ശൃംഖല സംഘാടക സമിതി രൂപീകരണ യോഗം IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. മെയ് 10-ന് നടക്കുന്ന മാനവ ശൃംഖലയ്ക്കായി വിവിധ സമിതികൾ രൂപീകരിച്ചു. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രൈമറി തല പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. എല്ലാ വർഷവും നടത്തിവരുന്ന പാലിയേറ്റീവ് പരിചരണ പരിപാടിയുടെ ഭാഗമായാണ് കുടുംബസംഗമം നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല പരിപാടി 28-ന് നെടുങ്കണ്ടത്ത് നടക്കും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല അവലോകന യോഗം ചേരും. വൈകിട്ട് 4-ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനം നടക്കും. പൊതുപരിപാടിയിൽ 30,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് CPM വിലയിരുത്തൽ.
കാസർഗോഡ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണമായി പോലീസിന്റെ ആയുധ പ്രദർശനം. സേനയുടെ ആയുധങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് പോലീസ് പവലിയൻ ഒരുക്കിയത്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ 11 തരം തോക്കുകൾ പ്രദർശനത്തിനുണ്ട്. ഓട്ടോമാറ്റിക് വെപ്പണായ ടാർ, ഇൻസാസ് തുടങ്ങിയവയും വിശദമായി പഠിക്കാനും കാണാനും അവസരമുണ്ട്. തിരകൾ, ഗ്രനേഡുകൾ, ഷെല്ലുകൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, ഡ്രോണുകൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി നഗരസഭാ അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണമേനോൻ ഉദ്ഘാടനം ചെയ്തു. കൈകോർക്കാം യുവതിക്കായി എന്ന പേരിൽ നടത്തിയ ഓപ്പൺ ഫോറത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സൗമ്യ മനോജ്, പി അഭിലാഷ് കൊല്ലം, ഡാൻസ് ഓഫ് SI കെ എസ് ദീപു എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S ജയകൃഷ്ണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.